ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾ 14 മന്ത്രം വരെ നോക്കി. ഇനി 15, 16, 17, 18 4 മന്ത്രം കൂടി ഉണ്ട്. ഇന്ന് നമുക്ക് 15ഉം 16ഉം നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. 15ഉം 16ഉം മന്ത്രങ്ങള് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. പൂഷന്നേ കർഷേ യമ സൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹത്തെ ജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി. പൂഷന്നേ കർഷേ യമ സൂര്യ പ്രാജാപത്യവ്യൂഹരശ്മീൻ സമൂഹത്തെ ജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസോ പുരുഷസോഹമസ്മി. ഇപ്പൊ കഴിഞ്ഞ മന്ത്രങ്ങളില് സംഭൂതി അസംഭൂതി ആ ഉപാസനകളെ നോക്കി. ഒറ്റയ്ക്ക് ഓരോ ഫലമുണ്ട്. സമുച്ചയത്തിന് വേറെ ഫലം, സമുച്ചയം ചെയ്യണം എന്നും നമ്മൾ മനസ്സിലാക്കി. സംഭൂതിം ച വിനാശം ച എന്ന പറഞ്ഞ സ്ഥലത്ത് സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയഗം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. ആ ഭാഗത്ത് പ്രത്യേകം ഓർക്കേണ്ട കാര്യം, സംഭൂതിം വിനാശം രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. അപ്പോ ഒരേ അർത്ഥമായ രീതിയിൽ അങ്ങനെ വരില്ല. അപ്പൊ അത് ശങ്കരാചാര്യസ്വാമികള് ഭാഷ്യത്തില് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടത്തെ സംഭൂതി എന്നുള്ളതിനെ അസംഭൂതി എന്ന് മനസ്സിലാക്കണം. അപ്പൊ വേണമെങ്കിൽ സംഭൂതി എന്നുള്ളതിന്റെ ഫ്രണ്ടില് ബ്രാക്കറ്റില് ഒരു അ എഴുതി ഇടാം. രണ്ടാമത്തെ സംഭൂത്യാമൃതമശ്നുത എന്നുള്ള അവിടെയും ആ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിടാം. മന്ത്രത്തിൽ വ്യത്യാസം വരുത്താൻ നമുക്ക് അധികാരമില്ല. പക്ഷെ ഇത് ലോപം കൊണ്ട് സംഭവിച്ചതായിരിക്കാം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. കാരണം വിനാശം എന്നുള്ളതിന്റെ അർത്ഥവും സംഭൂതി എന്നുള്ളതിന്റെ അർത്ഥവും ഒന്നാണ്. അപ്പോ അങ്ങനെ ഒരേ അർത്ഥമുള്ള രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചാൽ അതിന്റെ സാരം പൂർണ്ണമാവില്ല. അതേമാതിരി വിനാശേന എന്ന് പറഞ്ഞിട്ട് വീണ്ടും സംഭൂതി എന്ന് പറഞ്ഞാൽ അവിടെയും ശരിയാവില്ല. അതുകൊണ്ട് രണ്ട് സ്ഥലത്തും അസംഭൂതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ആ സംസ്കൃതത്തിന്റെ വ്യാഖ്യാനത്തിൽ, സംസ്കൃത വ്യാഖ്യാനത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ മനസ്സിലാക്കണം, സംഭൂതിയും അസംഭൂതിയും. അപ്പോ വിനാശത്തിനെ സംഭൂതി എന്നും ആദ്യമുള്ളത് സംഭൂതി എന്നും മനസ്സിലാക്കണം. അസംഭൂതിം ച വിനാശം ച എന്നാണ് അതിന്റെ സാരമെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതേമാതിരി വിനാശേന മൃത്യും തീർത്വ അസംഭൂത്യാമൃതമശ്നുതേ എന്നായിരിക്കണം രണ്ടാമത്തെ ഭാഗവും മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്തത് നോക്കാം. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഇത് രണ്ടും 15ഉം 16ഉം മന്ത്രങ്ങള് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭക്തി യോഗ ആയിട്ട് വരുന്ന മന്ത്രങ്ങൾ, ഭക്തിയോഗത്തിൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഫലം എന്താണ്? എന്താണ് പ്രാർത്ഥനയുടെ ഫലം? നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ, നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് പ്രാർത്ഥനയുടെ ഫലം? ഭക്തി എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുക? എന്താണ് ചെയ്യുക ഭക്തി? ഒരാളുടെ മനസ്സിനെ പക്വപ്പെടുത്തുകയാണ് ശരിക്കും ഭക്തി ചെയ്യുന്നത്. ഒരു പക്വത വരുത്തുന്നു. ഒരാളുടെ മനസ്സിനെ പക്വത വരുത്തലാണ് ഭക്തി ചെയ്യുന്നത്. അതുകൊണ്ട് ഭക്തി ആവശ്യമാണ്. ഭക്തി ഇല്ലാതെ പറ്റില്ല. പക്ഷേ നമ്മളത് വേണ്ട രീതിയിലായിരിക്കണം ഉപയോഗിക്കണമെന്ന് മാത്രം. പ്രാർത്ഥനയുടെ ഫലം എന്തെന്ന് ചോദിക്കുമ്പോൾ ലോജിക്കായിട്ട് അതിൻ്റെ ഒരു ഫലം പറയാൻ പറ്റില്ല. ലോജിക്കായിട്ട് എങ്ങനെ പറയാൻ പറ്റുമോ? പ്രാർത്ഥനയുടെ ഫലം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലോജിക്കായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അനുഭവത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു തർക്ക രീതിയിലും എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊണ്ട് സാധിക്കില്ല. ദൃഷ്ടേഹേ ന അനുപപത്തനാമ എന്നാണ് അതിനെ പറയാറ്. നാം അനുഭവിക്കുന്നതിനെ നമുക്ക് ലോജിക്കലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. മാത്രമല്ല അത് ഇല്ല എന്നും പറയാൻ പറ്റില്ല. അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പൊ പ്രാർത്ഥന കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച അന്നേരം തന്നെ അതിന്റെ റിസൾട്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ തന്നെ കാണാറുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നത്? ഒരു വലിയ മനസ്സമാധാനം. പ്രാർത്ഥിച്ച് ഒരു വലിയ പ്രശ്നമുണ്ടായി, നമ്മൾ കാര്യമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു, ഉടനെ എന്താണ് ആ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ മനസ്സിന് വലിയ ഒരു സമാധാനം കിട്ടും. എന്താ? ഇതിനൊരു പോം വഴി ഉണ്ടാകും, ഈശ്വരൻ ഒരു പോം വഴി കാണിച്ചു തരും എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിന്. എവിടുന്നാ അത് കിട്ടുന്നേ? പുറത്തുനിന്നല്ല കിട്ടുന്നേ. ഇത് അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ്. വെറുതെ ഇരുന്നാൽ അത് ഉണ്ടാകത്തില്ല. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനം. ഇത് വലിയവര് മനസ്സിലാക്കേണ്ടതാണ്. ആൾക്കാർ പലരും ചോദിക്കും, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ സമയം പോയി 2 വാഴ നട്ടൂടെ, അല്ലെങ്കിൽ തെങ്ങും തൈ വെക്കാൻ മേലെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചോണ്ട് എന്ത് നിങ്ങൾക്ക് കിട്ടാൻ? അപ്പൊ പറയണം, പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അത് ഞങ്ങൾക്കല്ലേ കിട്ടുന്നേ. നിങ്ങൾ കാണുന്ന പോലെ ചക്കയോ മാങ്ങയോ കൃഷി ചെയ്തെടുക്കുന്ന പോലെ എടുക്കുന്ന സാധനമല്ല പ്രാർത്ഥനയുടെ ഫലം. അത് ഞങ്ങളുടെ മനസ്സിന് തരുന്ന ഒരു സമാധാനമുണ്ട്. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ എന്ന് തിരിച്ച് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പെപ്പെ അടിക്കാൻ പാടില്ല. അതങ്ങനെയാണ് ഇങ്ങനെയാ, അങ്ങനെയല്ല. അത് പറഞ്ഞു കൊടുക്കണം. എന്താണ് നമുക്ക് ലഭിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കാൻ എന്താ പ്രശ്നം? അപ്പൊ അങ്ങനെ പ്രാർത്ഥനയോടും വ്രതത്തോടും കൂടിയിട്ടാണ് കർമ്മഫലങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാവർക്കും കർമ്മഫലങ്ങൾ ഉണ്ടാവും. ഈ ശരീരം എടുത്തിരിക്കുന്ന കർമ്മഫലം അനുഭവിക്കാനാണല്ലോ. രണ്ടും വരുമല്ലോ. പുണ്യം മാത്രമാണെങ്കിൽ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ടും ദേവലോകത്തേക്കോ പിതൃലോകത്തേക്കോ പോയി കാണും. അപ്പൊ പുണ്യവും പാപവും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ചാടിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വന്ന് ചാടിയത് അപകടമല്ല. ഭഗവാൻ അതിന് വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് മാത്രമേ മോക്ഷത്തെ സമ്പാദിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ പാപപുണ്യകർമ്മങ്ങളെ അതിന്റെ ഫലത്തിനെ അനുഭവിച്ച് ഇവിടെ ഇരുന്ന് വേദാന്ത ചിന്തയിൽ കൂടി പോയി മോക്ഷത്തെ നേടണം. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഈ രണ്ടും അനുഭവിക്കും. സുഖവും അനുഭവിക്കും, ദുഃഖവും അനുഭവിക്കും. പുണ്യഫലങ്ങളുടെ സുഖവും പാപകർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കും. അപ്പൊ അതിനെ നേരിടാൻ പറ്റണ്ടേ? കഴിഞ്ഞ ജന്മങ്ങളിലെ പാപ പ്രവർത്തികളുടെ ഫലങ്ങളെ അനുഭവിക്കാനാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ നേരിടാൻ ബാധ്യസ്ഥരാണ്, നേരിട്ടേ പറ്റുള്ളൂ. ആ സമയത്താണ് പ്രാർത്ഥന സഹായിക്കുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മത്തിന്റെ ഫലം കൊണ്ട് കഷ്ടതകൾ വന്നു പെടുമ്പോ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ
ആ കഷ്ടതയെ നേരിടാനായിട്ടുള്ള മനഃശക്തി അവിടെ കിട്ടും, സമാധാനവും അവിടെ ഉണ്ടാകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭക്തിയുടെ ഏറ്റവും വലിയ ഒരു ഭാഗം. ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാ നേരത്തെ പറയാം, അവനവന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇവിടെ ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിന് രണ്ട് മറുപടിയാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, സാധാരണ മനുഷ്യൻ ലൗകിക ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായിട്ടുള്ള പ്രാർത്ഥനകൾ, കഷ്ടതകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, വിഷമതകളിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള പ്രാർത്ഥന. പിന്നെ ഒന്ന്, വേദാന്തത്തിലേക്ക് വന്നവർ ചെയ്യുന്ന പ്രാർത്ഥന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യണതെന്ന് ഓർത്തോണം. നമ്മൾ വേദാന്തത്തിൽ വന്നിട്ടാണ് ഇവിടെ ഈ ഉപനിഷത്തൊക്കെ കേൾക്കുന്നത്. ആ ഒരു ബോധം എപ്പോഴും വേണം നമുക്ക്. അപ്പോ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കണേന്ന് ഇവിടെ പറയും ശങ്കരാചാര്യ സ്വാമികൾ. അങ്ങനെ തന്നെ ആയിരിക്കണം. അദ്ദേഹം വേദാന്തത്തിൽ ഇരുന്നു കൊണ്ട് കാമ്യഫലങ്ങളുടെ പുറകെ ഓടരുത്. അപ്പോ അതൊരു ശ്രദ്ധ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേദാന്തം പഠിക്കുന്ന ആളാണെന്ന് അവനും തന്നെ ഓർത്തോണം. അപ്പൊ കർമ്മകൾ, സാധാരണ കർമ്മികൾ, നേരത്തെ പറഞ്ഞല്ലോ, കർമ്മം എന്ന് പറഞ്ഞാൽ വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ, വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അവരെന്താ പ്രാർത്ഥിക്കുക? നേരത്തെ നമ്മൾ നിന്ദ ചെയ്തതാണ്, കർമ്മത്തെയൊക്കെ നിന്ദ ചെയ്തതാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ മുന്നോട്ട്. അതായത് അടുത്ത ഉപാസനയെ സ്തുതി ചെയ്തുകൊണ്ട് എങ്ങനെയാ മുന്നോട്ട് വന്നേ. അപ്പോ ഉപാസകന്മാര് നല്ല ലോകത്തിലുള്ള ജീവിതം വേണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു. നല്ല ലോകത്തിലുള്ള ജീവിതം, അതാണല്ലോ പിതൃലോകം, ദേവലോകം, ബ്രഹ്മലോകം എന്ന് പറഞ്ഞു പോകുന്നത് ഉപാസകന്മാർക്ക്. പിന്നെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ മുമുക്ഷുക്കൾ എന്നാണ് വിളിക്കണ്ടേ. അർഹതയുണ്ടോ എന്ന് സ്വയം നോക്കുക. മുമുക്ഷുക്കളാണ്. ഒരു ചെറിയൊരു മുമുക്ഷത്വമൊക്കെ ഉണ്ട് ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ ഇന്ന് കയറിയിരിക്കുന്നത് നമ്മൾ ഉപനിഷത്ത് കേൾക്കാനായിട്ട്. അപ്പോ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കണ്ടേ? മോക്ഷത്തിനുള്ള വഴി കാണിച്ചു തരണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നമുക്ക് ആദ്യം ഉപാസകന്മാര് ചെയ്യുന്ന പ്രാർത്ഥനയെ കുറിച്ചൊന്ന് നോക്കാം. ഈ മന്ത്രവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ മന്ത്രത്തിന് ശങ്കരാചാര്യസ്വാമി രണ്ട് തരത്തിലാണ്. ഉപാസകന്മാര് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മന്ത്രം വരുന്നത്, മുമുക്ഷുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം എങ്ങനെ വരുന്നു? ഒരേ മന്ത്രം. അപ്പോ നേരത്തെ വിദ്യ അവിദ്യ, സംഭൂതി അസംഭൂതി എന്ന ധ്യാനങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ധ്യാനമൊക്കെ ചെയ്തവര് മരണമടഞ്ഞ ശേഷം അവരൊരു ഏതു മാർഗത്തിലൂടെയാണ് ഈ ലോകങ്ങളിലേക്ക് പോകുക എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അത് ഉപനിഷത്തിൽ പറയുന്നത് ശുക്ലഗതി എന്നാണ് പറയുന്നത്. ഈ ഉപാസകന്മാര് മരണം കഴിഞ്ഞ ശേഷം ശുക്ലഗതി എന്ന മാർഗത്തിലൂടെയാണ് ആത്മാവ് ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത്. പിതൃലോകത്തിലേക്കൊക്കെ ഈ ശുക്ലഗതിയിലോട്ട് കൂടെയാ പോകുന്നത്. ഉപാസന കർമ്മ സമുച്ചയവും ഇതേ ഫലം തന്നെയാണ് തരുന്നത്. സംസാരത്തിലെ തന്നെ ഉയർന്ന ബ്രഹ്മലോകം. കാരണം എന്താ? തിരിച്ചു വരും. ബ്രഹ്മലോകമാണെങ്കിലും തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് അതിനെ സംസാരം എന്ന് തന്നെ പറയും. അപ്പോ ആ വഴിക്ക്, അങ്ങോട്ട് എത്തേണ്ട ആ വഴിക്ക് പറയുന്നത് ശുക്ലഗതി എന്നാണ് അതിന്റെ പേര്. അതൊക്കെ വേറെ ഉപനിഷത്തുകളിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് ടച്ച് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അപ്പോ ആ ശുക്ലഗതിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വഴി സൂര്യഭഗവാനാണ് ആ വഴി സംരക്ഷിക്കുന്ന ആള്. സൂര്യഭഗവാനാണ് ഈ ശുക്ലഗതി എന്ന് പറയുന്ന വഴിയെ പരിപാലിച്ച് നോക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കടന്നു പോകണമെങ്കിൽ സൂര്യഭഗവാൻ അനുഗ്രഹിച്ചാലേ അതിലെ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോ സൂര്യരശ്മികളിൽ കൂടിയാണ് അത് സഞ്ചരിക്കുക എന്നാണ് പറയുന്നത്. പകൽ സമയമാണ് സഞ്ചരിക്കുക ആത്മാവ്. രാത്രി മരണമടഞ്ഞാലും പകൽ ആകുന്നറ വരെ ആത്മാവ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് സൂര്യരശ്മികളിൽ കൂടി പിതൃലോകം, ദേവലോകം, ബ്രഹ്മലോകത്തിലോട്ട് ആ സഞ്ചാരം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ആ ശുക്ലഗതിക്ക് അധിഷ്ഠാന ദേവതയാണ് സൂര്യഭഗവാൻ. ശുക്ലഗതിക്ക് അധിഷ്ഠാന ദേവതയാണ് സൂര്യഭഗവാൻ. ഇവിടെ സൂര്യഭഗവാനോട് പ്രാർത്ഥന ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ മന്ത്രം സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്.
എന്താണ് പറയുന്നത്? ഞാൻ ശുക്ലഗതിയിൽ കൂടി ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ആ മാർഗത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ എന്നെ കൊണ്ടുപോകണം. അങ്ങ് ആ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകണം. എന്താണ്? ഞാൻ ശുക്ലഗതിയിൽ കൂടി ബ്രഹ്മലോകത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ആ മാർഗത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ എന്നെ കൊണ്ടുപോകണം എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. ഹിരൺമയേന പാത്രേണ സത്യസ്യപിഹിതം മുഖം. ആദ്യം സത്യസ്യാപിഹിതം മുഖം എന്നതിന്റെ അർത്ഥം നോക്കാം. സത്യസ്യ മുഖം അഭിഹിതം. സത്യസ്യ മുഖം അപിഹിതം. സത്യം എന്നാൽ ഇവിടെ ഹിരണ്യഗർഭൻ എന്നാണ്. ഇവിടെ സത്യം എന്നുള്ളതിനെ ഇവിടെ ഹിരണ്യഗർഭൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദിത്യമണ്ഡലത്തിലെ ബ്രഹ്മൻ. ആദിത്യമണ്ഡലത്തിലെ ബ്രഹ്മനാണ് ഹിരണ്യഗർഭൻ. സാക്ഷാൽ പരബ്രഹ്മമല്ല എന്ന് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കണം. ഹിരണ്യഗർഭന് യുഗം കഴിയുമ്പോൾ തീരും. അതൊക്കെ ഓർമ്മ വേണം, പെട്ടെന്ന് ഓർമ്മ വരണം ഇതൊക്കെ പറയുമ്പോൾ. സത്യം എന്നാൽ ഇവിടെ ഹിരണ്യഗർഭനാണ്. ആദിത്യമണ്ഡലത്തിലെ ബ്രഹ്മനാണ്. ബ്രഹ്മലോകത്തിലെ ദേവതയാണ് സത്യം. ബ്രഹ്മലോകത്തിലെ ദേവത സത്യം. സ്വർഗലോക ദേവത ആരാണ്? സ്വർഗലോകത്തിന്റെ ദേവത ആരാണ്? ഇന്ദ്രൻ. അതുപോലെയാണ് ബ്രഹ്മലോകത്തിലെ ദേവത സത്യം. ബ്രഹ്മലോകത്തിലെ ആ ബ്രഹ്മസത്യം എന്നുള്ളത് അവരാണ്. ഇവിടെ ഹിരണ്യഗർഭൻ എന്ന ബ്രഹ്മന്റെ മുഖം, അതായത് ആ അങ്ങോട്ടുള്ള പ്രവേശനദ്വാരം, ഹിരണ്യഗർഭനിലേക്കുള്ള പ്രവേശനദ്വാരം അഥവാ ആ മുഖം, അതല്ലെങ്കിൽ അങ്ങോട്ടുള്ള ആ വഴി, അത് മൂടപ്പെട്ടിരിക്കുന്നു. അപിഹിതം, അത് മൂടപ്പെട്ടിരിക്കുന്നുണ്ട്. സത്യസ്യ അപിഹിതം. സത്യസ്യ മുഖം അപിഹിതം. സത്യം എന്ന് പറഞ്ഞ ആ ദേവതയുടെ ആ വഴിയുടെ ആ ദ്വാരത്തിന്റെ ഹിരണ്യഗർഭനിലേക്ക് എത്തുന്ന അവിടത്തെ ആ വഴിയുടെ എന്താണ്? മുഖം മൂടപ്പെട്ടിരിക്കുന്നു. ആ വഴി മൂടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ മൂടപ്പെട്ടിരിക്കുന്നേ? ഹിരൺമയേന പാത്രേണ. ഹിരൺമയേന പാത്രേണ. സ്വർണം പോലെ തിളങ്ങുന്ന, സ്വർണം പോലെ തിളങ്ങുന്ന ജ്യോതിർമയമായ പാത്രം. ജ്യോതിർമയമായ പാത്രം എന്നാൽ എന്താണ്? ഒരു മറ. പാത്രം കൊണ്ട് മറച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രം കൊണ്ട് കമത്തി എന്നുള്ളതല്ല. അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഒരു മറ, ഒരു പാത്രം കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് ഒരു അടപ്പ് കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വർണം പോലെ തിളങ്ങുന്ന ഒരു മറയാൽ ആ ബ്രഹ്മത്തിന്റെ മുഖം അഥവാ ദ്വാരം മൂടപ്പെട്ടിരിക്കുന്നു. അവിടെ ആരാണ് കാവൽ? സൂര്യദേവനാണ് അവിടെ കാവൽ. അത് മൂടി നിൽക്കുന്നത് സൂര്യദേവൻ അവിടെ മൂടി കാവലായിട്ട് നിൽക്കുന്നത്. സൂര്യരശ്മികളുടെ നിറം എന്താണ്? സുവർണ നിറമാണ്. സൂര്യരശ്മികളാൽ അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന രശ്മികളാൽ അത് മൂടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങൊന്നും പോകാൻ പറ്റില്ല. ഭക്തൻ അപ്പോ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, ഇങ്ങനെ തിളങ്ങുന്ന ഒരു മൂടി കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ ബ്രഹ്മലോകത്തിലേക്ക് എനിക്കൊന്ന് കടക്കണം. അപ്പോ താങ്കളുടെ ആ രശ്മികൾ മൂലം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പൊ ആ രശ്മികളെ തണുപ്പിച്ച് എന്നെ തപിപ്പിക്കാതെ ആ വഴി തുറന്ന് എന്നെ അങ്ങോട്ട് കടത്തിവിടണമേ ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. തത് ത്വം, രണ്ടാമത്തെ വരി, തത് ത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ എന്നാണല്ലോ രണ്ടാമത്തെ, രണ്ട് മൂന്നും വരികൾ, മൂന്നും നാലും വരികൾ. തത് ത്വം, താങ്കൾ ആ മറയെ, തത് ആ മറയെ, ത്വം താങ്കൾ, അല്ലയോ ഹേ പൂഷൻ, അല്ലയോ ഹേ സൂര്യഭഗവാനെ, താങ്കൾ ആ മറയെ, അപാവൃണു, അല്ലയോ ഹേ പൂഷൻ, തത് ത്വം അപാവൃണു, താങ്കൾ ആ മറയെ മാറ്റിത്തരൂ, തുറന്നു തരൂ. സത്യധർമായ ദൃഷ്ടയെ. അപ്പോ വെറുതെ ഒരാൾ അവിടെ ചെന്ന് പറഞ്ഞാൽ ഭഗവാൻ മാറ്റി കൊടുക്കുവോ? കൊടുക്കില്ല. അപ്പോ ഈ പോയ സാധകൻ പറയുകയാണ്, ഞാൻ
നല്ല ഉപാസനയൊക്കെ ചെയ്ത് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു മിനിമം എലിജിബിലിറ്റി ഞാൻ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാണ്. ഭഗവാനോട് പറയാണ്, ഞാൻ സത്യമായ ബ്രഹ്മത്തെ ധർമ്മത്തെ ഉപാസന ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ സത്യമായ ധർമ്മത്തെ ഉപാസന ചെയ്തവനാണ്. അപ്പോ എന്റെ ദർശനത്തിനായിട്ട് ഈ വഴി ഒന്ന് തുറന്നു തരണേ ഭഗവാനെ. സത്യധർമായ തൃഷ്ടയെ, ഞാൻ സത്യധർമ്മത്തെ എല്ലാം ഉപാസനം ചെയ്തിട്ടുള്ള ഭക്തനാണ്. എന്റെ ദർശനത്തിനായി ആ വഴി തുറന്നു തരണമേ ഭഗവാനെ. ഈ പ്രാർത്ഥന മരണശേഷം ശുക്ലഗതിയിൽ കൂടി ബ്രഹ്മലോകത്തേക്ക് പോകുമ്പോൾ ആ പാതയുടെ അധിഷ്ഠാന ദേവതയായ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്, എനിക്ക് വഴി തരയണമേ എന്ന്. ഇത് സാധാരണ ഒരു സാധകൻ ചെയ്ത പ്രാർത്ഥനയാണ്. സാധാരണ ഉപാസന ചെയ്ത് സമുച്ചയം ചെയ്ത ആളങ്ങ് പോകുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ. സമുച്ചയം ചെയ്ത ഒരു സാധകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇനി മുമുക്ഷു പ്രാർത്ഥിക്കുമ്പോൾ, വേദാന്തം പഠിക്കുന്നവർ മുമുക്ഷുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കണ്ടേ? അവര് ഹിരൺമയേന പാത്രേണ എന്നുള്ളതിനെ ഈ ലോകത്തിലുള്ള മായ സ്വർണം പോലെ മനുഷ്യനെ ആകർഷിക്കുന്ന സംസാരം, മായയാൽ നമ്മൾ ആകർഷിക്കപ്പെടും. സ്വർണം പോലെ നമ്മളെ മനസ്സിനെ ആകർഷിക്കുന്നു മായ. സംസാരമോഹങ്ങളാൽ നമ്മൾ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഈ ലോകത്തിലുള്ള മായ സ്വർണം പോലെ മനുഷ്യനെ ആകർഷിക്കുന്ന സംസാരമോഹങ്ങളാൽ പരമാത്മതത്വത്തെ, ആത്മജ്ഞാനത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മായ പരമാത്മതത്വത്തെ, ആത്മതത്വത്തെ, ആത്മജ്ഞാനത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? സംസാര മോഹങ്ങളാൽ. അതാണ് മുമുക്ഷു പ്രാർത്ഥിക്കുമ്പോ മുമുക്ഷു അങ്ങനെയാണ് കാണുന്നത്. സത്യസ്യാഭിഹിതം മുഖം അങ്ങനെയാ കാണുന്നത്, ഹിരൺമയേന പാത്രേണ എന്നുള്ളതിന്. അപ്പോ ബ്രഹ്മസത്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുമുക്ഷു മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്തു പറയുന്നു? തത്വം പൂഷൻ, ഹേ പൂഷൻ തത്വം അവാവൃണു. ഹേ ഈശ്വര എന്നാണ് അവിടെ വിളിക്കുന്നത്. ഹേ ഈശ്വര, ആ മായയെ നീക്കിത്തരയണമേ. എന്തുകൊണ്ടാണ് ഈശ്വര എന്ന് വിളിച്ചേ? ബ്രഹ്മം പ്ലസ് മായ ഈസ് ഈക്വൽ ടു ഈശ്വരൻ, നേരത്തെ പഠിച്ചതാ. അപ്പോ ഈശ്വര, മായയെ നീക്കിത്തരയണമേ. ഈശ്വരനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മായയെ നീക്കിത്തരാനായിട്ട്. സത്യധർമായ ദൃഷ്ടയെ, സത്യം മുതലായ സദ്ഗുണങ്ങളോടുകൂടി ജീവിച്ച എനിക്ക്, ധർമാനുഷ്ഠാനത്തോടെ ജീവിച്ച എനിക്ക് ദർശനത്തിനായി ആ ആവരണം മാറ്റിത്തരണമേ. ആ മായാവരണത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. മായയോടുകൂടി മോക്ഷം കിട്ടുമോ? ഇല്ല. മായയിൽ നിന്ന് കടക്കണം. അതിനാണല്ലോ നമ്മൾ ഈ വേദാന്തം പഠിക്കുന്നത്. മായയിൽ നിന്ന് കടക്കണം. അതെങ്ങനെയാണ്? ശരീരമാണ് ഞാൻ എന്നുള്ള വിചാരമാണ് ഏറ്റവും വലിയ അജ്ഞാനം. ഞാൻ എന്ന് പറയുമ്പോൾ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അജ്ഞാനം. ആ അജ്ഞാനത്തെ മാറ്റാനാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. എളുപ്പമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ മായയെ ജയിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ മായയോട് തന്നെ പ്രാർത്ഥിച്ച് എന്നെ ആ പിടിയിൽ നിന്ന് വിട്ടു തരണമേ. അതാണ് ഇവിടെ പറയുന്നത്. ആ മായയുടെ പിടിയിൽ നിന്ന് എന്നെ ഒന്ന് വിട്ട് എന്നെ ബ്രഹ്മലോകത്തിലേക്കോ ഏത് ലോകത്തിലേക്കോ ആ വഴിയിലേക്ക് സൂര്യന്റെ ശുക്ലഗതിയിലേക്ക് മാറ്റി കയറ്റിവിടണമേ എന്നാണ് ഈ മന്ത്രത്തിന്റെ പ്രാർത്ഥന. ഇനി അടുത്ത മന്ത്രം കൂടെ നോക്കാം. പൂഷന്നെ കർഷേ യമ സൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തെ രൂപം കല്യാണതമം തത്തെ പശ്യാമി യോസാവസൗ പുരുഷ സോഹം അസ്മി. കഴിഞ്ഞ മന്ത്രത്തിന്റെ ഒരു തുടർച്ച തന്നെയത്. ഉപാസകർ ചെയ്യുന്ന
പ്രാർത്ഥനയായിട്ട് നോക്കാം. ഇതും രണ്ടായിട്ട് നോക്കണം. ഈ പ്രാർത്ഥനയും രണ്ടായിട്ട് തന്നെ നോക്കണം. ഉപാസകർ ചെയ്യുന്നതും മുമുക്ഷുക്കൾ ചെയ്യുന്നതും. ഉപാസകർ ചെയ്യുന്ന പ്രാർത്ഥനയായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്? കർമ്മവും ഉപാസനയും ചേർത്ത് ചെയ്ത് ബ്രഹ്മലോകം പ്രാപിക്കാൻ മാർഗതടസ്സമില്ലാതിരിക്കാൻ സൂര്യദേവനോടുള്ള പ്രാർത്ഥന തന്നെയാണ് ഇതും. ഇവിടെ സൂര്യദേവനെ പല നാമത്തിൽ വിളിക്കുകയാണ്. ഹിരണ്യഗർഭൻ വഴിയുള്ള ആ സംഭൂതി അസംഭൂതി ഇതില് അനേക രൂപ ഏകരൂപ പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പൊ അനേക രൂപമായിട്ട് വരുമ്പോഴും അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ പ്രാർത്ഥിക്കാൻ. അപ്പൊ ആ ഏകരൂപത്തിലല്ല ഇവിടെ പ്രാർത്ഥിക്കുന്ന, അനേക രൂപത്തിൽ തന്നെ ഭഗവാനെ വിളിക്കുകയാണ്. പല നാമത്തിൽ വിളിക്കുകയാണ് ഭഗവാനെ. പൂഷൻ എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുന്നവൻ. പൂഷൻ ജഗതഃ പോഷണാത് പൂഷ. പിന്നെയോ രവി. രവി എന്ന് പറഞ്ഞാൽ ആരാണ്? സപ്ലയർ ഓഫ് എനർജി. രവി എന്ന് പറഞ്ഞാൽ സപ്ലയർ ഓഫ് എനർജി. പിന്നെയോ ഏകർഷേ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആള്. സൂര്യഭഗവാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. ഏകർഷേ ഏകഹ സൻ ഗച്ഛതി ഋഷതി എന്നാണ് അതിന് പറയാ സംസ്കൃതത്തിൽ. യമ, എല്ലാത്തിനെയും സംഹരിക്കുന്ന ആൾ എന്നും സൂര്യഭഗവാനെ യമ എന്നും പറയും. സർവസ്യ സംയമനാത് യമഹ. സൂര്യ എന്ന് പറയുമ്പോൾ സൂര്യഭഗവാൻ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആൾ എന്നൊരർത്ഥമുണ്ട്. എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആൾ എന്നൊരർത്ഥമുണ്ട്. ജലാണാം സ്വീകരണം സൂര്യ എന്നും പറയുന്നുണ്ട്. ജലാണാം സ്വീകരണാത് സൂര്യ. പിന്നെയോ പ്രാജാപത്യ, പ്രജാപതി പുത്രൻ. പ്രാജാപത്യ എന്ന് പറഞ്ഞാൽ പ്രജാപതി പുത്രൻ. പിന്നെ രശ്മീൻ വ്യൂഹ. രശ്മീൻ വ്യൂഹ, കിരണങ്ങളെ നീക്കിത്തരികയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഏ ഭഗവാനെ, ഏ പൂഷൻ, ഏ രവി, ഏ കൃഷേ, ഏ യമ, ഏ സൂര്യ, ഏ പ്രാജാപത്യ, രശ്മീൻ വ്യൂഹ, കിരണങ്ങളെ നീക്കിത്തരികയില്ലേ? തേജഃ സമൂഹ ഉപസംഹര. തേജസമൂഹ ഉപസംഹര. ചൂടുള്ള രശ്മിയെ പിൻവലിക്കാമോ? യത്തെ കല്യാണതമം രൂപം. യത്തെ കല്യാണതമം രൂപം. ഏതൊരു താങ്കളുടെ മംഗളമായ സ്വരൂപമുണ്ടോ, താങ്കളുടെ മംഗളമായ ഏതൊരു സ്വരൂപമുണ്ടോ, തത് തേ പശ്യാമി, അതിനെ ഞാൻ കാണുന്നു. തത് തേ പശ്യാമി, അത് ഞാൻ കാണുന്നു. എങ്ങനെയാ കാണുന്നേ? തേ, താങ്കളുടെ അനുഗ്രഹത്താലാണ്. തത് തേ പശ്യാമി, താങ്കളുടെ അനുഗ്രഹത്താൽ ഞാനത് കാണുന്നു, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. താങ്കളുടെ അനുഗ്രഹം വേണമെന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. താങ്കളുടെ അനുഗ്രഹത്താൽ താങ്കളുടെ മംഗളമായ സ്വരൂപത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ചൂടുള്ള രശ്മിയെ ഒന്ന് പിൻവലിച്ചു തരാമോ ഭഗവാനെ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ അവസാനത്തെ വരിയില്, അതായത് യോസാവസൗ പുരുഷ സോഹമസ്മി എന്നുള്ള സ്ഥലത്ത് ഞാൻ വേറൊരു ഉപാസനയെ ചെയ്തിട്ടുണ്ട് എന്നും കൂടെ പറയുന്നു എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നത്. അഹംഗ്രഹ ഉപാസന എന്നാണ്. അഹംഗ്രഹ ഉപാസന എന്ന ഒരു ഉപാസനയെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ടാണ് അവസാനത്തെ വരിയുടെ അർത്ഥം എടുത്തിരിക്കുന്നത്. അതായത് ദേവതയെ താനായി ഉപാസന ചെയ്യുന്നത് അഹംഗ്രഹ ഉപാസന. ദേവതയെ ഞാൻ തന്നെയായി ഉപാസിക്കുന്നത്, അതാണ് അഹംഗ്രഹ ഉപാസന. ഏറ്റവും വലിയ, ഏറ്റവും ഹയസ്റ്റ് ഉപാസനയാണ്. ഏറ്റവും വലിയ ഉപാസനകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഉപാസനയാണ് അഹംഗ്രഹ ഉപാസന. അപ്പോ ദേവതയെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ച് താൻ ദേവതയായി മാറി എന്ന് ഭാവന ചെയ്ത് ഉപാസിക്കലാണ്. താൻ സ്വയം ദേവതയായി മാറി ഇരിക്കുന്നു എന്ന് മന്ത്രമൊക്കെ ജപിച്ച് അങ്ങനെ ചെയ്യുന്ന ഉപാസനയാണ്. അതിൽ ജ്ഞാനമില്ല. ജ്ഞാനത്തിന്റെ രീതിയല്ല അത്, മോക്ഷത്തിന്റെ രീതിയല്ല, കാമ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദേവത എപ്പോഴും അങ്ങനെയാണല്ലോ.
ദേവത ഓരോരോ അനുഗ്രഹം വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ദേവത തന്നെയായി മാറുമ്പോ സർവസിദ്ധി, നേരത്തെ പറഞ്ഞല്ലോ, അഷ്ടമഹാസിദ്ധികളാണ് അവിടെ കിട്ടുന്ന, സംഭൂതി ഉപാസനയിൽ കൂടി കിട്ടുന്നത്, ഹിരണ്യഗർഭ ഉപാസനയിൽ കൂടി കിട്ടുന്നത്. അതിനെ കടക്കണം എന്ന് പറഞ്ഞല്ലോ നേരത്തെ. അതുപോലെ തന്നെയാണ് ഈ വലിയ ഉപാസന, ശരീരത്തിൽ ദേവതയെ താനായി ആവാഹനം ചെയ്ത് അങ്ങനെ ഉപാസിക്കൽ. അപ്പൊ ഏത് ദേവതയെയാണോ ഉപാസിക്കുന്നേ ആ ദേവതയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരൊക്കെ എവിടെയായിരിക്കുന്നേ? ഇവരൊക്കെ ഹിരണ്യഗർഭനിൽ. അപ്പോ ആ ഹിരണ്യഗർഭനിലേക്കുള്ള അല്ലെങ്കിൽ ആ ദേവലോകത്തിലേക്കുള്ള വഴി തുറന്നു തരൂ, ബ്രഹ്മലോകത്തിലേക്കുള്ള വഴി തുറന്നു തരൂ. അവിടെയുള്ള ആ ദേവതയായി ഞാൻ മാറട്ടെ, ഞാൻ ആ ദേവതയായി തീരട്ടെ. അതിനുള്ള ഉപാസനയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അഹംഗ്രഹ ഉപാസന ചെയ്തിരിക്കുകയാണ്. അതിനായി രശ്മികളുടെ ചൂട് കുറച്ച് എനിക്ക് ആ വഴി തുറന്നു തരൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹ അസൗ പുരുഷ, ആരാണോ ഈ പുരുഷൻ, അതായത് ആദിത്യമണ്ഡലത്തിലെ ആ പുരുഷൻ, ആരാണോ ഈ പുരുഷൻ, സഹ അസൗ അഹം അസ്മി, അവൻ ഈ ഞാനായി ഇരിക്കുന്നു എന്ന ഉപാസന അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പുരുഷനെ, ആ ദേവതയെ ഞാൻ തന്നെയായി ഞാൻ ഉപാസന ചെയ്തിട്ടുണ്ട്. ആകയാൽ എനിക്ക് ആ വഴി തുറന്നു തന്നാലും. ഇതാണ് സാധാരണ ആ ഉപാസകൻ എന്ന് മനസ്സിലായല്ലോ. ഉപാസന ചെയ്ത ആളെന്ന് പറയുമ്പോൾ ഉപാസകൻ എന്ന് മനസ്സിലായല്ലോ. ഇനി മുമുക്ഷു എന്താണ് ഇവിടെ, എങ്ങനെയാണ് പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് നോക്കാം. മുമുക്ഷു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഈ മന്ത്രത്തെ? ഇവിടെ രശ്മീൻ എന്നുള്ളതിനെയൊക്കെ മായയുടെ അട്രാക്റ്റീവ് പ്രോഡക്ട്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. രശ്മീൻ എന്ന് പറയുമ്പോൾ മായയുടെ, നമ്മളെ ആകർഷിക്കുന്ന മായയുടെ എല്ലാ കാര്യങ്ങളെയും എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ നീക്കിത്തരയണമേ. രശ്മീൻ വ്യൂഹസ്, എന്താ പറഞ്ഞേ? രശ്മീൻ വ്യൂഹ അതായത് ഉപസംഹര എന്ന് പറഞ്ഞു. രശ്മീൻ വ്യൂഹ ഉപസംഹര. അപ്പൊ ഇവിടെ അതിനെ മായയുടെ അട്രാക്റ്റീവ് പ്രോഡക്ട്സിൽ നിന്നെല്ലാം എന്നെ, എന്റെ മനസ്സിനെ അതിലിട്ടൊന്നും പോകാതെ എന്നെ അവിടെ നിന്നെല്ലാം നീക്കിത്തരണമേ. അതായത് മനസ്സിലെ ഭ്രമത്തെ മാറ്റേണമേ, മനസ്സിലെ ഭ്രമത്തെ മാറ്റേണമേ. മുമുക്ഷുവിന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ മുമുക്ഷു ആണെന്നാണല്ലോ നമ്മളിപ്പോ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? മനസ്സിലെ ഭ്രമം മാറ്റിത്തരേണമേ. പിന്നെയോ കല്യാണതമം രൂപം. എന്തായിരിക്കും മുമുക്ഷുവിന്റെ കല്യാണതമം രൂപം? മോക്ഷം. മുമുക്ഷുവിന് മംഗളമായിട്ടുള്ളത് ഏതാണ്? മുമുക്ഷുവിന് ഏതാണ് മംഗളം? മോക്ഷമാണ് മംഗളം, അല്ലേ? വേറെന്ത് മംഗളം? മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം മോക്ഷമാണ് മംഗളം. ഗൃഹസ്ഥനോ, ഗൃഹസ്ഥാശ്രമിക്ക് എന്താണ്? കല്യാണമാണ് മംഗളം. ഗൃഹസ്ഥാശ്രമിക്ക് മംഗളം കല്യാണം, മുമുക്ഷുവിന് മോക്ഷം മംഗളം. യോസാവസൗ പുരുഷ സോഹമസ്മി, അത് ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്. മുമുക്ഷുവെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വരി ജ്ഞാനത്തെ പറയുന്നു. അസൗ പുരുഷ ആദിത്യമണ്ഡല ബ്രഹ്മതത്വം. അസൗ പുരുഷ എന്നുള്ളതിന് ആദിത്യമണ്ഡല ബ്രഹ്മതത്വം. അഹമസ്മി, ഞാനായിട്ടിരിക്കുന്നു. ആദിത്യ മണ്ഡല ബ്രഹ്മതത്വം ഞാനായിട്ടിരിക്കുന്നു. അതായത് ജ്ഞാനമാണ് അവിടെ പറയുന്നത്, ജ്ഞാനത്തെയാണ് പറയുന്നത്. ജീവബ്രഹ്മ ഐക്യം അല്ലെ? അതല്ലേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. അത് വരണം എന്നാണല്ലോ, ജീവബ്രഹ്മ ഐക്യം ഉണ്ടാകണം എന്നാണല്ലോ നമ്മുടെ പഠിത്തം. ആയതിനാൽ എനിക്ക് ജ്ഞാനനിഷ്ഠ തന്ന്, ജ്ഞാനനിഷ്ഠ, ജ്ഞാനം എനിക്ക് വരുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ജ്ഞാനം. അപ്പൊ അതിൽ നിഷ്ഠനായിട്ടിരിക്കാൻ, നേരത്തെ നമ്മൾ പഠിച്ചു, ഏറ്റവും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് നിഷ്ഠയായിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ജ്ഞാനനിഷ്ഠ തന്ന് അനുഗ്രഹിക്കണമേ ഭഗവാനെ.
അഹംഗ്രഹ ഉപാസനയില് അദ്വൈതമൊക്കെ ഉണ്ട്. കാരണം രണ്ടും കൂടെ ഒന്നായി ഒന്നേ ഉള്ളൂ. പിന്നെ പക്ഷേ അതൊരു ഭാവനയാണ്. അത് ജ്ഞാനമല്ല. അഹംഗ്രഹ ഉപാസനയുടെ ഫലം ഒരു ഭാവനയാണ്. ഇവിടെയോ മോക്ഷമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഒന്നുമില്ല. പരിപൂർണ ജ്ഞാനം. പരിപൂർണ ജ്ഞാനമാണ് ഇവിടെ പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് ആ വഴി തുറന്നു തരണേ. എന്തിനു വേണ്ടിയിട്ട്? ഈ ജ്ഞാനത്തിൽ നിഷ്ഠനായിരിക്കുവാനായിട്ട് എൻ്റെ മനസ്സിലെ ഭ്രമത്തെ മാറ്റി എനിക്ക് മോക്ഷപദമായ മംഗളത്തെ തരയണമേ ആദിത്യ ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥന. അപ്പൊ രണ്ട് മന്ത്രങ്ങളും രണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്. ആ രണ്ട് മന്ത്രങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. സാധാരണ ഒരു ഉപാസകൻ എങ്ങനെ ആ മന്ത്രത്തെ ഉപയോഗിക്കും, ഒരു മുമുക്ഷു മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ആ മന്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കും എന്ന് നമ്മൾ നോക്കി. ഇനി രണ്ട് മന്ത്രങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. അടുത്ത ദിവസം അടുത്ത രണ്ട് മന്ത്രങ്ങളും കൂടി നോക്കി ഈ ഈശാവാസ്യോപനിഷത്ത് ഭംഗിയായിട്ട് ഉപസംഹരിക്കാൻ നമുക്ക് ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിഹി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു.